ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആസ് യൂഷ്വൽ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സിക്കൊക്കെ കഴിഞ്ഞ് കയറുമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ ത്രോട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നന്നായിട്ട് ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് സൗണ്ടൊക്കെ ഇത്തിരി അമങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനിമേ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടതിലെന്നല്ല, പൊതുവെ വീഡിയോ ഇടുമ്പോൾ കമൻറ്റ് വരാറുണ്ട്, റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അറിയുമെന്ന് ചോദിച്ചു. അപ്പം ഇതുവരെ ഞാനൊന്നും കേട്ടിട്ടില്ല കേട്ടോ, റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നത് കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ടൊരു അറിവില്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് വീഡിയോസ് ഇതുവരെ ഒന്നും തന്നെ എടുക്കാതിരുന്നത്. ഇലക്ഷൻ കഴിയുന്നോടെ വരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും അവരുടെ തീരുമാനങ്ങൾ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അവർ പറയുമായിരിക്കുന്നു. പക്ഷേ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട് നടന്നേക്കാമെന്ന് പറഞ്ഞ്. കാരണം ഇവിടുത്തെ വെയിറ്റിംഗ് ലിസ്റ്റും ഇവിടുത്തെ ഇത് ഷോർട്ടേജൊക്കെ വെച്ച്, അതായത് ഇതുവരെ നടക്കാതെ നിൽക്കുന്ന കേസുകളുടെ ലിസ്റ്റൊക്കെ വെച്ച് ഇനി വീണ്ടും റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയേക്കാമെന്നൊക്കെ ആളുകൾ വീഡിയോ ഇടുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു അറിവില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. കറക്റ്റായിട്ടുള്ളൊരു സോഴ്സിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത് വരെ വീഡിയോ ഇടണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇവിടെ UK സമ്മറൊക്കെ ഏറെക്കുറെ തീർന്നുകൊണ്ടിരിക്കുക. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള സമ്മർ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ആഴ്ച കുറച്ച് ചൂടുണ്ട്, ഇന്നൊക്കെ അത്യാവശ്യം ചൂടുണ്ട്. അത്യാവശ്യം ചൂടെന്ന് പറഞ്ഞാൽ 29 ഡിഗ്രിയൊക്കെ മാക്സിമം പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതേപോലത്തെ സമ്മർ ഡ്രസ്സിലൊക്കെയാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മൾ മലമൊക്കെ ഇട്ടൊക്കെയാണ് ഇറങ്ങിയേക്കുന്നത്. ഞാനിങ്ങനെ ഓർണമെൻറ്റ്സ് ഒന്നും ഇടാറില്ല, അതുകൊണ്ട് എനിക്ക് മാലയ്ക്ക് ഇട്ടിറങ്ങുന്നത് എൻ്റെ ശമ്പളം. അപ്പോൾ എൻ്റെ സമ്മർ ഡ്രസ്സിൻ്റെ കളക്ഷൻ വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ കളക്ഷനൊന്നുമല്ല, എൻ്റെ ഒരു ഡ്രസ്സും തന്നെ എക്സ്പെൻസീവായിട്ടുള്ള ഡ്രസ്സുകളല്ല, എല്ലാം വളരെ ചീപ്പായിട്ടുള്ള ഡ്രസ്സുകളാണ്. അപ്പം വലിയൊരു കളക്ഷനൊന്നുമില്ല. എന്നാലും വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ സമ്മർ ഡ്രസ്സിൻ്റെ കളക്ഷൻ വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സമ്മർ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സമ്മറിന് ആളുകൾ ഇടുന്ന ഡ്രസ്സുകളാണല്ലോ. അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കുക എന്നുള്ള രീതിക്കുള്ള ഡ്രസ്സുകളായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറയാറുള്ള കാര്യമാണ്, ഇവിടുന്ന് കുടുപ്പ് വാങ്ങിച്ചുകൊണ്ട് തന്നെ കാര്യം പറയുമ്പോൾ ഒന്നെങ്കിൽ മേളിലുണ്ടെങ്കിൽ താഴെ ഉണ്ടാവില്ല, താഴെ ഉണ്ടെങ്കിൽ മേളിലുണ്ടാവില്ല, ഏതെങ്കിലുമൊക്കെ പാട്ട് മിസ്സിങ് ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എല്ലാ ഡ്രസ്സുകളും നമുക്ക് നാട്ടിലേക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഉള്ള ഒരു ഡ്രസ്സിനെ കുറിച്ചൊന്നും ബോധേഡല്ല. നമ്മളെന്ത് ഉടുപ്പിട്ടാലും ഇവർ വെൽക്കമിങ് ആണ്. അപ്പോൾ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും ഇട്ടില്ലെങ്കിൽ കൂടിയും അവർ വെൽക്കമിങ് ആണ്. ചൂടായതുകൊണ്ട് ആ ലേഡി ഒന്നും ഇടാതെ നടക്കുന്നു, അങ്ങനെ ഇവർ പറയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവിടുത്തെ ആളുകൾ ബോധേഡല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ഡ്രസ്സ് ഇട്ടാലും ഒരു അൺകംഫർട്ടബിളായിട്ട് തോന്നാറുമില്ല കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം.